ടു ഹൂറിൻസ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസാണ്, ചിക്കൻ നൂഡിൽസ്. അതും ഷെസ്വാനാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് നൂഡിൽസ് കഴിക്കാനല്ലേ. എന്നാൽ പിന്നെ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. ഞാനിപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ച നൂഡിൽസാണ്. ഇത് ഞാൻ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചതാണ്. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിൽ നിന്ന് തന്നെ സൂപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം, ചിക്കൻ മാറ്റി വെച്ചാൽ. അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, നമുക്ക് സ്പ്രിംഗ് ഓണിയന് ആവശ്യമുണ്ട്. എല്ലാം നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. ഞാനിപ്പോൾ 4 പേർക്കുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സെല്ലറിയാണിത്. പിന്നെ ഇത് ക്യാപ്സിക്കം, ഗാർലിക്, പിന്നെ പെപ്പർ പൗഡർ. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഷെസ്വാൻ സോസാണ്. നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വീട്ടിലുണ്ടാക്കണമെങ്കിൽ അതും ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇനി ഗ്യാസിലേക്ക് നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബട്ടറിലാണ് സ്ക്രാമ്പിൾ ചെയ്യുന്നത്. എഗ്ഗ് ബട്ടറിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ എടുത്തത്. നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കാം. ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ പാനിൽ തന്നെയാണ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഒലീവ് ഓയിലാണ് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒലീവ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. കടായിലേക്ക് നമുക്ക് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് ആവശ്യാനുസരണം എടുക്കാം. പോരാൻ തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഇനി നമുക്ക് ഗാർലിക് ചേർത്ത് കൊടുക്കാം. വല്ലാതെ ഫ്രൈ ആവണ്ട, ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ക്യാപ്സിക്കം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ അധികം ഓവറായിട്ട് കുക്കാവണ്ട. ജസ്റ്റ് ഒന്ന് ക്രഞ്ചിനെസ് വേണം. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. ഒരുപാട് കുക്കായിട്ട് നശിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വെജാണ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ നൂഡിൽസ് ആക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ സമയത്താണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു സ്പൂൺ ഷെസ്വാൻ സോസാണ് വേണ്ടത്. ഇതൊക്കെ നമ്മൾ ആവശ്യാനുസരണം ചേർക്കാം. കുറഞ്ഞു പോയി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂണ് സോയ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച നൂഡിൽസാണ്. ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു സ്പൂൺ കൂടെ ചേർത്താണ്. ഈ സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ടേസ്റ്റ് പോലെ. ഇനി ഇതിലേക്ക് ഞാൻ സെലറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് സെലറി ചേർക്കാം, ഏതായാലും മതി. നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് വരുന്നതെന്നല്ലേ ഉള്ളൂ നൂഡിൽസിൻ്റെ. അപ്പോൾ നമുക്കിത് രണ്ടായാലും നല്ലത് തന്നെയാണ്, ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിപ്പോയി. ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഇളക്കിയാൽ മതി. നമ്മൾ ഹോട്ടലിൽ ഷെഫിൻ്റെ പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ വീട്ടിലല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു ഐഡിയ അനുസരിച്ച് നമ്മൾ ഇളക്കിയെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഷെസ്വാൻ നൂഡിൽസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വേണമെന്ന് തോന്നി. അതിൻ്റെ ടേസ്റ്റ് ഒറിജിനേറ്റ് ചെയ്ത് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നു. നന്നായി ഇളക്കി യോജിപ്പിച്ച്, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഇളക്കി യോജിപ്പിക്കാൻ. ഒരു കഷ്ണം ബട്ടർ കൂടെ ഇട്ടു, ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. എല്ലാം അതിൻ്റെ ബാലൻസിൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാനുണ്ടാക്കിയ നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.